അപ്പോൾ നമ്മൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് കാറെ കയറി എങ്ങോട്ടാ പോകണം? ജർമ്മനിക്ക് പോവാം. അപ്പം ഡ്രൈവർ മാറി. അപ്പം പോപ്പിയുടെ ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് അല്ലേ ഇത്? പോപ്പിയുടെയും എൻ്റെയും ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വരുന്നത്. ഇവിടെ നിന്നൊരു 31 മിനിറ്റ് കൂടെ ഉണ്ട്. ജർമ്മനി എത്തി. ഇത് ചെക്ക് പോസ്റ്റ് ആണോ? അപ്പോൾ നമ്മൾ ജർമ്മനിയിലെത്തി, അടുത്ത രാജ്യത്തെത്തി. ജർമ്മനിയിൽ ഇനിയൊരു ബ്രിഡ്ജ് കാണാൻ പോവാം. റഷി, ബ്രിഡ്ജിന്റെ പേര് ബാസ്റ്റി ബ്രിഡ്ജ് കാണാൻ പോകാം. അതിൻ്റെ അടുത്തുള്ളൊരു പാർക്കിങ്ങിൽ വണ്ടി ഇട്ടു. എനിക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. പനോരമിക് ഹോട്ടൽ എന്ന് പറയുന്നത്. പനോരമ റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റിൽ അതിൻ്റെ ഒരു നമ്മൾ ഈ കാണുന്ന ബ്രിഡ്ജിൻ്റെയും അവിടുത്തെ പാറക്കല്ലിൻ്റെ ഒക്കെ ഒരു മിനിയേച്ചർ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാർ നിൽക്കി അവിടെ അതുണ്ടോ? അതിൻ്റെയൊക്കെ മുകളിൽ ആൾക്കാർ കയറി നിൽക്കുന്നുണ്ടോ? അത് ഇതായിരിക്കും ട്രക്കിങ് ചെയ്തേക്കുന്നതായിരിക്കും. കണ്ടോ അവർ കയറാ വലിച്ചോണ്ടിരിക്കുന്നത്. ആ നമ്മൾ പാലം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അതിന് മുമ്പ് ഒരു മനോഹരമായ വ്യൂ പോയിന്റ് ഉണ്ട്. വാവ്, ബ്യൂട്ടി. ഓക്കെ, രസം. വാവ്. ഇപ്പുറത്തെ സൈഡ് വാവ്, എന്ത് രസം ഇത് കാണാൻ. ട്രക്കിങ്ങിന് പോയപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓർത്തു ജീവിതത്തിൽ കണ്ട ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറി അതായിരുന്നു. അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതൊന്നും അല്ലാത്ത രീതിയിലായി. പേടിയുള്ളത് റഷ്യന് വരയ്ക്കുന്നുണ്ട് ചെറുതായിട്ട്. ഹൈറ്റ് പേടിയുള്ള എൻ്റെ അറിയാം. കയ്യും കാലും വിറച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ വ്യൂ പോയിന്റിൽ നിന്ന് കാഴ്ച കണ്ടിട്ട് ഞങ്ങൾ താഴോട്ടിറങ്ങുമ്പോഴാണ് ആ പാലം രണ്ട് വലിയ പാറകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന പാലമാണ്. അപ്പോൾ അങ്ങോട്ട് പോവുക. സാമച്ചനും പോപ്സും അങ്ങോട്ട് പോയി. ഇതാന്ന് തോന്നുന്നു ബ്രിഡ്ജ് കേട്ടോ. ഭയങ്കര ആഴം കേട്ടോ. നമ്മൾ ഇച്ചിരി മുമ്പ് കയറിയ വ്യൂ പോയിന്റ് ആ കാണുന്ന ആ മുകളിൽ കാണുന്ന. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രിഡ്ജിൻ്റെ സൈഡ് വ്യൂ. പിന്നെ നമ്മൾ ഇവിടുന്ന് തിരിച്ച് റെസ്റ്റോറൻറ്റിന് അങ്ങോട്ട് കയറി പോവാണേ. അപ്പോൾ നമ്മൾ താഴെയൊക്കെ കറങ്ങിയിട്ട് തിരിച്ചു വന്ന് ഇവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇത് കണ്ട് കൊതി അങ്ങ് തീരുന്നില്ല. ഞങ്ങളിവിടെ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ കയറി കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. ഇവിടുന്ന് 1.5 മണിക്കൂർ ഡ്രൈവാണ് തിരിച്ച് ട്രാക്കിലേക്ക്. ഇന്ന് പോയിട്ട് ഞങ്ങൾക്ക് കാറ് തിരിച്ച് കൊടുക്കാനുള്ളതാണ്. നാളെ രാവിലെയാണ് കൊടുക്കേണ്ടത്. പക്ഷേ അത് ഇന്ന് രാത്രി കൊണ്ട് അവിടെ തിരിച്ച് റിട്ടേൺ ചെയ്യും. നമ്മൾ
ഈ കൊടിയൊക്കെ പിടിച്ചിരിക്കുന്ന അപ്പത്തിൻ്റെ റെസ്റ്റോറൻറ്റിലോട്ട് കയറുവാണ്. പേരെന്നാ? പനോരമ റെസ്റ്റോറൻറ്റ്. ഇതാണ് സിഗരറ്റ് വെൻഡിങ് മെഷീൻ. സിഗരറ്റ് വെൻഡിങ് മെഷീൻ ഇതുണ്ട്. ഇവിടെ വെഡ്ഡിങ് ഷൂട്ടൊക്കെ നടക്കുന്നുണ്ടോ? കൊതിയാണ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഒന്ന് വെഡ്ഡിങ് ഷൂട്ടൊക്കെ ചെയ്യണം. സംഭവം ഭീകര പോഷ് റെസ്റ്റോറൻറ്റ്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ ആണ് കഴിച്ചത്. നമ്മുടെ ജ്യൂസൊക്കെ ആദ്യം വന്നു. ഇപ്പോൾ നമ്മുടെ സ്റ്റേക്കൊക്കെ വന്നു കേട്ടോ. സ്റ്റേക്ക്, ഫ്രൈസ്. സ്റ്റേക്ക് നമ്മൾ മൂന്നും ഓർഡർ ചെയ്തേക്കും സെയിം അല്ലേ? ഞങ്ങൾ മൂന്നും ഓർഡർ ചെയ്തേക്കും സെയിം ആണ്, പക്ഷേ വെൽ കുക്ക്ഡും മീഡിയം കുക്ക്ഡുമാണ് പറഞ്ഞേക്കുന്നത്. സാമച്ചൻ്റെ ബർഗർ. ഇതിൻ്റെ ബർഗർ സാമച്ച വെജ് അതാണെന്നറിയാം. വെജിറ്റേറിയൻ ഇന്ന സാധനം വരെ ഉണ്ടോ? ചുമ്മാ വെജ് ബർഗറിനുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന സ്ഥലം, ഹോട്ടലും കേട്ടോ. ഇത് ആക്ച്വലി ഇവിടെ അക്കോമഡേഷനൊക്കെ ഉണ്ട്. 4 സ്റ്റാർ ഹോട്ടലാണ്. ഞങ്ങൾ പ്രാഗിന് പോവാണ്. അടുത്തൊരു ചലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന ഫോണിൻ്റെ ബാറ്ററി 1%, അതിപ്പോൾ ഓഫായി പോകും. 4%ലുള്ള ഫോണിൻ്റെ ചാർജ് ഒരു 4%. സാമച്ചിൻ്റെ ഫോണിന് നെറ്റില്ല. റഷീദിൻ്റെ ഫോൺ ഓൾറെഡി ഓഫ്. കാറിന് സാറ്റ്നാവ് ഉണ്ട്. അതിനെ കംപ്ലീറ്റ്ലി റിലേ ചെയ്ത് പോകണം. അത് ഞങ്ങളെ എത്തിക്കും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങ് പോവാണ്. അൻപോടു കാതലൻ ഞാൻ എഴുതും കടിതമേ, പൊന്മണി വീട്ടിൽ സൗഖ്യമാനാലിംഗ സൗഖ്യമേ, എണ്ണി പാക്കയിൽ കവിത കുത്തത്. അപ്പോൾ ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു. നമ്മൾ ആദ്യമേ ട്രെക്കിങ്ങിന് പോയി മലയുടെ മുകളിൽ കയറി ആ കേവ് ഒക്കെ കണ്ടു. അവിടെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്ന ആ സ്ഥലങ്ങളൊക്കെ കണ്ടു. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ടില്ലാത്തവർ അത് ഒന്ന് കാണുക. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 5:30 ആയി. എന്നിട്ട് നമ്മൾ ജർമ്മനിയിൽ പോയി. ജർമ്മനിയിൽ നിന്ന് നമ്മൾ ബാസ്റ്റി ബ്രിഡ്ജ് കണ്ടു. ഇന്നത്തെ നമ്മുടെ വീഡിയോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചെക്ക് റിപ്പബ്ലിക് ഹോളിഡേയുടെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന്. തിങ്കളാഴ്ചയായി. അപ്പം ഉച്ച കഴിഞ്ഞു. ഇന്നലെ രാത്രി വന്ന് കടന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 5 മണിയോളം ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റ് വന്നപ്പോൾ ഒരു നേരമായി. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കൂടെ ആയിട്ട് അങ്ങ് കഴിച്ചു. ഇനിയിപ്പം എൻ്റെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ചെറിയ ഷോപ്പിങ്ങും പരിപാടികളൊക്കെ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് നമ്മൾ ബാഗൊക്കെ എടുക്കും. ബാഗൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് രാത്രി 8:45 ഫ്ലൈറ്റ് പ്രാഗിൽ നിന്ന് ഹീത്രൂയിലേക്ക്. എൻ്റെ റഷീദിൻ്റെ ഔട്ട്ഫിറ്റ് തായ്ലൻഡിൽ നിന്ന് മേടിച്ചതാണ്. അതായത് കഴിഞ്ഞ വർഷം ഹോളിഡേ പോയപ്പോൾ മേടിച്ചിട്ടുള്ളതാണ്. നല്ല രസമായിരുന്നു. അത് ഭയങ്കര കംഫർട്ടബിളുമാണ്, ഭയങ്കര യൂണീക്കുമാണ്. നല്ല രസമുണ്ടായിരുന്നു അത്. ഇപ്പോൾ നമ്മളുള്ളത് ആദ്യത്തെ ദിവസം നമ്മൾ പോയ ഓൾഡ് ടൗണിൽ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് മാത്രമേ ഉള്ളൂ. അപ്പം പിള്ളേർക്കും കെട്ടികളുമാർക്കും എല്ലാം എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് പോയി ഈ ബാച്ചിലർ ട്രിപ്പിൻ്റെ ഒരു പിണക്കം ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഷോപ്പിങ്ങൊക്കെ ആയിട്ട് ഇന്ന് നടക്കുവാണ്. അപ്പോൾ ഒരു നല്ല ക്യാൻഡി ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭയങ്കര രസമാണത്. കഴിക്കാൻ വലിയ രസമൊന്നും കാണില്ല, ഭയങ്കര മധുരമായിരിക്കും. പക്ഷേ പിള്ളേരെ പറ്റിക്കാൻ ഇതൊക്കെ നല്ലതാണ്. കേട്ടോ, പിള്ളേരെ പറ്റിക്കാനുള്ള ഷോപ്പിങ്ങിലാണ് ക്യാൻഡി ഷോപ്പ്. ഭയങ്കര കളർഫുൾ അല്ലേ? നല്ല രസമാണ് കാണാൻ. ഇതൊക്കെ മധുരമായിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ചെക്ക് റിപ്പബ്ലിക് ഹോളിഡേ കഴിഞ്ഞു. തിരിച്ച് എയർപോർട്ടിലോട്ട് പോവാം. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. എന്നിട്ട് ഫുഡും കഴിച്ചു. ഇനി എയർപോർട്ടിലോട്ട് പോവാം. 8:45 ഫ്ലൈറ്റ് രാത്രിയിലെ. അപ്പോൾ ഒരു കിടിലൻ ഹോളിഡേ ഇവിടെ തീരുവാണ്. ഞങ്ങൾ 4 ദിവസം ഉണ്ടായിരുന്നു പ്രാഗിൽ. 4 ദിവസം ശരിക്കും എൻജോയ് ചെയ്തു, ശരിക്കും എക്സ്പ്ലോർ ചെയ്തു. സാധാരണ നമ്മൾ ഹോളിഡേ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ പോയി ഏതോ 1-2 സ്ഥലം കണ്ടിട്ട് ബാക്കി ചുമ്മാ ഹോട്ടലിൽ നിന്ന് സമയം കളയാറാണ് പതിവ്. ഇതിന് വിപരീതമായിട്ട് ഇപ്രാവശ്യം എല്ലാ ദിവസവും യൂട്ടിലൈസ് ചെയ്ത് സ്ഥലങ്ങളെല്ലാം കണ്ടു. ഇപ്രാവശ്യം ഹോളിഡേ മൊത്തം പ്ലാൻ ചെയ്തേക്കുന്നത് മുഴുവൻ റഷീദായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അളിയന് സാധാരണ അങ്ങനെ വലിയ ക്രെഡിറ്റ് ഒന്നും കൊടുക്കാറില്ല ഒന്നിനും. പക്ഷേ ഈ ഹോളിഡേയുടെ ഫുൾ ക്രെഡിറ്റ് റഷീദിന് തന്നെയാണ്. നന്നായിട്ട് പ്ലാൻ ചെയ്തു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. പ്രാഗ് ഹോളിഡേയ്സിൻ്റെ ബാക്കി വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. കണ്ടിന്യൂ സപ്പോർട്ടിങ് us.